artist as they weave a spell of emotions and drama on the stage. നമ്മൾ ജനിക്കും മുമ്പ് തന്നെ ഭൂമിയിൽ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം അറിഞ്ഞു തന്ന ഉത്തരമാണ് അമ്മ. ചേട്ടാ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ അപ്പൻ്റെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് അങ്ങോട്ട് അവസാനിച്ചു. പിന്നെ ഫുഡൊക്കെ സൂപ്പറായിന്നാ എല്ലാവരും പറഞ്ഞേ. പിന്നെ നമ്മുടെ ഇടവകയിൽ നിന്ന് സ്ഥലം മാറിപ്പോയ അച്ഛന്മാരൊക്കെ കുർബാനയ്ക്ക വന്നപ്പോ ആ കുർബാന അങ്ങോട്ട് കളറായി. അതിന് അപ്പന് എല്ലാ അച്ഛന്മാരായിട്ട് നല്ല കമ്പനി അല്ലായിരുന്നോ? മരിച്ചത് അറിയിച്ചപ്പോ തന്നെ ശവമെടുപ്പിനും കുർബാനയ്ക്കൊക്കെ എത്താന്ന് എല്ലാ അച്ഛന്മാരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡാട്ടാ ഏറ്റവും സൂപ്പറായത്. അവരുടെ കോണ്ടാക്ട് നമ്പർ ചേട്ടൻ്റെ കയ്യിലില്ലേ? നമ്പറൊക്കെ ഉണ്ട്. എന്തിനാ? അല്ല, ഇനി അമ്മയുടെ പരിപാടിക്കും നമുക്ക് അവരെ തന്നെ ഏൽപ്പിക്കാലോ. അതെന്താ അമ്മയുടെ 11 കൂടി കഴിഞ്ഞിട്ട് നീ UK തിരിച്ചു പോകണല്ലോ? അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നീ ഇനി എന്നാ തിരിച്ചു പോണേ? 4 ദിവസം കൂടി ഉണ്ടാവും. പിന്നെ അവിടെ ജൂലിയും കുഞ്ഞും ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് അധികം ദിവസം നിൽക്കാൻ പറ്റില്ല. എല്ലാരും ചോദിച്ചു അപ്പം മരിച്ചിട്ട് ജോണിക്കുട്ടിയുടെ ഭാര്യയും കുഞ്ഞും എന്താ വരാഞ്ഞെന്ന്. ആൾക്കാർക്ക് എന്തു വേണമെങ്കിലും പറയാലോ, നമുക്കല്ലേ നമ്മുടെ കാര്യം അറിയുള്ളൂ. ഞാനും അവളും ഒരു ഹോസ്പിറ്റലിലല്ലേ ജോലി ചെയ്യണേ. 2 പേർക്കും ഒരുമിച്ച് ലീവ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ശവമെടുപ്പിന്റെ നേരത്ത് അവള് വീഡിയോ കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് കുർബാനയുടെയും ഒപ്പീസിന്റെയും വീഡിയോ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കുക കൂടി ചെയ്തു. അത് പോട്ടെ, എനിക്ക് നിന്നോടേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇനി അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. അമ്മയുടെ കാര്യത്തില് എന്ത് തീരുമാനം? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ അപ്പം വയ്യാതെ കിടന്നപ്പോ നോക്കാനും പരിചരിക്കാനും അമ്മയുണ്ടായിരുന്നു. ഇനി അമ്മ വയ്യാതെ കിടന്ന നോക്കാൻ ആരാ ഉള്ളത്? ഞാൻ കടയിലേക്കും ബീന മോനെയും കൊണ്ട് സ്കൂളിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് ചേട്ടൻ എന്ത് ഉദ്ദേശിക്കണേ? അമ്മേനെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കിയാലോ എന്നാ ഞാൻ ആലോചിക്കണേ. ചേട്ടൻ എന്തി പറയണേ? അമ്മേനെ വൃദ്ധസദനത്തിലാക്കാനാ? അതെ, വൃദ്ധസദനത്തില് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചു ദൂരെയാ, കോട്ടയത്തിനടുത്ത്. നമ്മുടെ ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപന, ഒരു റിസോർട്ട് പോലെയുള്ളൊരു സ്ഥല. അമ്മയ്ക്കിഷ്ടാവും. അവരുടെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഇക്കാര്യം അമ്മയോട് പറഞ്ഞ? ഇല്ല, പറയണം. അമ്മ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടാ? ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കും. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാ? ഒരു ഹോം നേഴ്സിനെ നിർത്താന്ന് വെച്ചാ വിശ്വസിക്കാൻ പറ്റുന്നവരെ കിട്ടണ്ടേ? അമ്മ എന്തെങ്കിലും ചെയ്തിട്ട് വീടും കൊള്ളയടിച്ച് അവർ കടന്നു കളഞ്ഞാ നമ്മൾ എന്തിനു ചെയ്യാ? അതിന് അമ്മയ്ക്ക് തീരെ വയ്യാണ്ടൊന്നായിട്ടില്ലല്ലോ. പിന്നെ സുഖമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ചേട്ടനൊന്ന് ഫോൺ വിളിച്ചാ മതി. പെട്ടെന്ന് എത്താലോ ചേട്ടന്. വെറും 2 കിലോമീറ്റർ ദൂരല്ലേ ഇവിടുന്ന് കടയിലേക്കുള്ളൂ. ഫോൺ ചെയ്താ ഓക്കെ. പക്ഷേ ഫോൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാ? എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ എപ്പോഴാ അറിയാ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. പിന്നെ ഇവിടെ അടുത്തെവിടെങ്കിലും ആക്കാന്ന് വെച്ചാ അമ്മയ്ക്ക് ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം തോന്നും. പിന്നെ ബന്ധുക്കളെ കാണാൻ പോക്ക്, പരാതി, പരിഭവം, കണ്ണീര്, അതൊക്കെ പ്രശ്നാ. അതെ, ഞാൻ വേറൊരു ഓപ്ഷൻ പറയാം. നമുക്ക് നമ്മുടെ ആനിമോളോട് ചോദിച്ചാലോ? അവള് അമ്മേനെ നോക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് ഈ വൃദ്ധസദനം അങ്ങോട്ട് ഒഴിവാക്കാം. എന്നാ ശരി, അവളോട് ചോദിക്കാം. ആനിമോളെ, എടി ആനിമോളെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്നെ വിളിച്ച?
ആ വിളിച്ചു. നീ എപ്പോഴാ പോണേ? ഞാനൊരു 10 മണിയാകുമ്പോ പോവും. ചേട്ടൻ കാറായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദിച്ചേ? അല്ല, നിനക്ക് അമ്മയെ കൂടി കൊണ്ടുപോകാൻ പറ്റുമോന്നറിയാനാ. ഇവിടെ ഇപ്പോ ഞാൻ കടയിലേക്കും ബീന ജോലിക്കും പോയി കഴിഞ്ഞാ അമ്മ തനിച്ചല്ലോ. അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവണുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ ആരും അറിയില്ല. അതുകൊണ്ടാ നിന്നോട് കൊണ്ടുപോകാൻ പറ്റുമോന്ന് ഞാൻ ചോദിച്ചത്. നിന്റെ അടുത്താവുമ്പോ എനിക്കൊരു സമാധാന, അമ്മയ്ക്ക് സന്തോഷാവും. എന്താ നിന്റെ അഭിപ്രായം? അമ്മയുടെ ചെലവിനും മരുന്നിനുള്ള കാശൊക്കെ മാസാമാസം നിനക്ക് ഞാൻ തരാം. എനിക്ക് അമ്മേനെയും വേണ്ട, കാശും വേണ്ട. എനിക്ക് നോക്കാനേ എന്റെ കെട്ടിയാന്റെ അപ്പനെയും അമ്മേനെയും അവിടെ കൊണ്ടിട്ടുണ്ട്. അവറ്റകളെ കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴാ ഇനി വേറൊരാള്. പാകവെപ്പിന്റെ സമയത്തെ ഞാൻ എന്റെ കെട്ടിയോനോടെ 100 വട്ടം പറഞ്ഞതാ, അപ്പനെ അമ്മേനെ ഏറ്റെടുക്കണ്ടെന്ന്. അപ്പ ചേട്ടന്മാര് ചോദിച്ചു, വിൻസെന്റെ അപ്പനെ അമ്മേനെ നിനക്ക് നോക്കിക്കൂടേന്ന്. എന്റെ കെട്ടിയോനൊരു പൊട്ടനായതുകൊണ്ടേ അതങ്ങോട്ട് സമ്മതിച്ചു. അല്ലല്ല ആനിമോളെ, ഒരു സംശയം. ഈ അപ്പനെ അമ്മേനെയൊക്കെ നോക്കുന്നവര് പൊട്ടന്മാരെ എന്നല്ല ഞാൻ പറഞ്ഞത്. 3 ആൺമക്കളുണ്ടല്ലോ, അപ്പൊ മാറി മാറി നോക്കിക്കൂടെ? ഇത് എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് അറിയോ? വെറുതെ ഒന്നല്ലോ, 1 ഏക്കർ തെങ്ങും പറമ്പും 3000 സ്ക്വയർ ഫീറ്റ് വീടും കിട്ടിയില്ലേ? ചേട്ടനെ അതിനെ കുറിച്ചൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ അപ്പനെ അമ്മേനെ നോക്കാൻ വേണ്ടിട്ടല്ലേ ഈ വീടും 50 സെന്റ് സ്ഥലവും ചേട്ടന് തന്നത്. പോരാത്തേന് മുണ്ടൂര് സെൻട്രല് ഹൈവേയോട് ചേർന്ന് 10 സെന്റ് സ്ഥലവും 2 നില ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ അപ്പം നടത്തിയെന്ന പലചരക്ക് കടയും. പിന്നെ പലചരക്ക് കടയോട് ചേർന്ന് കിടക്കണ 10 സെന്റ് സ്ഥലവും പള്ളിയുടെ മുന്നിലുള്ള 20 സെന്റ് സ്ഥലവും ജോണിക്കുട്ടിക്ക്. എല്ലാവർക്കും എല്ലാം കിട്ടി. കുറഞ്ഞു പോയത് എനിക്ക് മാത്ര. ഒരു 10 ലക്ഷം ഉലുവ കേക്ക് ചേട്ടന്മാരെ 10 ലക്ഷം ഉലുവ എനിക്ക് തന്നെ. എല്ലാരും കൂടി തന്ന ഒരു വിഹിതം. ആനിമോളെ, നീ എന്താ കണക്ക് പറയണോ? ഇവിടെ ആർക്കും ഒന്നും കുറഞ്ഞു പോയിട്ടില്ല കേട്ടാ. എല്ലാവർക്കും വേണ്ടത് അപ്പൻ തന്നിട്ടുണ്ട്. അപ്പന്റെ കഷ്ടപ്പാട് കണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം മുതല് ഞാൻ അപ്പന്റെ കൂടെ കടയിൽ പോയി തുടങ്ങിയതാ. അപ്പന്റെ കഷ്ടപ്പാട് കണ്ടിട്ട്, അല്ലാണ്ട് SSLC തോറ്റിട്ടല്ലേ? അങ്ങനെങ്കി അങ്ങനെ. നിന്നെ BSc നേഴ്സിംഗ് വരെ പഠിപ്പിച്ചില്ലേ? പിന്നെ UK പോണെന്ന് പറഞ്ഞപ്പോ അതും ചെയ്തു തന്നു. ഇതിനൊക്കെ ലക്ഷങ്ങളെ ചെലവ്. പിന്നെ ആനിമോളെ ഡിഗ്രി വരെ പഠിപ്പിച്ചല്ലോ. ഇനി പഠിക്കണില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ കല്യാണം ആലോചിച്ചത്. കല്യാണത്തിന് 100 പവൻ സ്വർണം ഇന്നോവ കാറ് തന്നില്ലേ? അതിലൊക്കെ എന്റെ കൂടി അധ്വാനം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 100 പവൻ തന്ന കാര്യമൊന്നേ ചേട്ടാ ഇവിടെ വലിയ കാര്യമായിട്ട് പറയണ്ട. 100 പവൻ തന്നെങ്കിൽ എന്താ, അപ്പനെ സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു മരുമോനെ കിട്ടിയില്ലേ? പിന്നെ ഭാഗവെപ്പിന്റെ സമയത്ത് തന്ന 10 ലക്ഷത്തിന്റെ കാര്യ ഞാനിവിടെ പറഞ്ഞ, അല്ലാണ്ട് സ്ത്രീധനത്തിന്റെ കാര്യം ഇവിടെ എടുത്തിട്ടുണ്ടാ. ആ 10 ലക്ഷം എന്നുള്ളത് ഒരു 25 ലക്ഷം തന്നെങ്കിലേ എനിക്കൊരു പുതിയ കാറ് വാങ്ങായിരുന്നു. ഏത് കാറ് വാങ്ങാൻ ആനിമോളെ? അത് പഴയത് കൊടുത്തിട്ട് ക്രിസ്റ്റാഫിളിന് ഓപ്ഷൻ വാങ്ങാനാ. അവളുടെ ഒരു ക്രിച്ച. അപ്പന് പലചരക്ക് കട മാത്രം ഉണ്ടായിരുന്നുള്ളോ, അല്ലാണ്ട് നോട്ടച്ചടിക്കുന്ന പ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ആനിമോൾക്ക് 5 ലക്ഷം കൊടുത്താ പോരെന്ന് അപ്പൻ ചോദിച്ചപ്പോ ഞാനാ പറഞ്ഞത് പോരാ 10 ലക്ഷം കൊടുക്കണമെന്ന്. അറിഞ്ഞില്ല ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല. അനിയത്തോട് ഇത്രയധികം സ്നേഹം ഞാൻ അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. ഒന്ന് നിർത്തോ? എന്നെ പ്രതി നിങ്ങൾ ആരും വഴക്കിടണ്ട. അല്ല അമ്മേ, അത് ആരും ഒന്നും പറയണ്ട. എല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ
എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ, ഞാൻ അനുസരിച്ചോളാം. പുത്തൻ വീട്ടിൽ ചാക്കോച്ചേട്ടൻ മരിച്ച് 11 കഴിയുമ്പോഴേക്കും മക്കള് തമ്മിൽ അടി തുടങ്ങിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. നിങ്ങൾക്കൊക്കെ ജീവൻ മാത്രല്ല ജീവിതം കൂടി തന്നിട്ടാ ആ വലിയ മനുഷ്യൻ കടന്നുപോയത്. അദ്ദേഹത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. എന്തായി ജോസ്മോനെ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ? അത് പിന്നെ അമ്മയ്ക്ക് നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ. അമ്മയ്ക്ക് നല്ലതിന് വേണ്ടി അല്ലേ? അമ്മയ്ക്കറിയാം എൻ്റെ മക്കള് എന്ത് ചെയ്താലും അമ്മയ്ക്ക് നല്ലതിന് വേണ്ടിയാവൂന്ന്. അതുകൊണ്ട് എവിടേക്കാണെന്ന് ഞാൻ ചോദിക്കണില്ല. എപ്പോഴാ പോകേണ്ടത്? നാളെ രാവിലെ കുർബാന കഴിഞ്ഞു വന്ന് ഉടനെ പോണം. കുറച്ച് ദൂരെയാ, 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോ ഒരു പകലും ഒരു രാത്രിയും കൂടി ബാക്കിയുണ്ട് ഈ വീട്ടിൽ എനിക്ക്. ആ ഒരു ദയ കൂടി നിങ്ങൾ എന്നോട് കാണിച്ചു. അമ്മയ്ക്ക് സന്തോഷായി. പിന്നെ ഒരു കാര്യം, അമ്മയുടെ ആഭരണങ്ങളെല്ലാം അമ്മ ഇവിടെ ഊരി വെച്ചോളാം. അപ്പൻ്റെ ഒരു ഫോട്ടോയും 3 വടി പകരം നിങ്ങൾ എനിക്ക് തരണം. വീണു പോകുന്നു തോന്നുമ്പോ ഒരു താങ്ങിന്. അറിഞ്ഞില്ലേ വിശേഷങ്ങൾ? എല്ലാം അറിഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കാനേ. എവിടെ പോകുമ്പോൾ നീ വരുന്നുണ്ടോടി റോസമ്മയെന്ന് ചോദിക്കുന്ന ആളല്ലേ. എന്റെ എന്നോട് ഒരു വാക്ക് മിണ്ടാതെ പോയത്? എന്നെ കൂടി കൊണ്ടുപോകാറുന്നില്ലേ? എന്നെ ഇപ്പൊ നമ്മുടെ മക്കൾക്കൊന്നും വേണ്ടാത്ര. നാളെ എന്നൊരു വൃദ്ധസദനത്തിന് കൊണ്ടാക്കാൻ പോവുക. അമ്മയ്ക്ക് നല്ലതിന് വേണ്ടിയിട്ടാന്നാ ജോസ്മോൻ പറഞ്ഞത്. ശരിയായിരിക്കൂലേ? നമ്മുടെ ആദ്യത്തെ കൺമണിയല്ലേ അവൻ. എനിക്ക് ഒരാഗ്രഹം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മരിക്കുന്നത് വരെ എല്ലാ ദിവസവും ആ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കണം. പിന്നെ കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. അവസാനം മരിച്ചു കഴിഞ്ഞ് ആ കല്ലറയിൽ ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം. എല്ലാം
എൻ്റെ വിധി. അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ, അങ്ങനെ സമാധാനിച്ചോളാം. സിസ്റ്റർ തെരേസ? ആ അതെ, ഞാനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉവ്വ്, മനസ്സിലായി. ജോസ്മോൻ അല്ലേ? തൃശ്ശൂരിൽ നിന്ന്. ഇത് അമ്മച്ചി അല്ലേ? എന്താ അമ്മച്ചിയുടെ പേര്? റോസമ്മ. അമ്മച്ചി ഭയങ്കര സങ്കടത്തിലാണല്ലോ. അമ്മച്ചി ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. ഇവിടെ അമ്മച്ചിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കുർബാന, പ്രാർത്ഥന, മരുന്ന്, ഭക്ഷണം, വ്യായാമം എല്ലാം അതതിൻ്റെ നേരത്ത് തന്നെ ഉണ്ടാവും. പിന്നെ അമ്മച്ചിയെ പോലെ ഒത്തിരി പേരുണ്ട് ഇവിടെ. എല്ലാവരെയും പരിചയപ്പെട്ട് എല്ലാവരോടും കൂടെ കൂടിയാൽ പിന്നെ അമ്മച്ചിക്ക് പിന്നെ ഇവിടുന്ന് പോകാനേ തോന്നില്ല. അതുകൊണ്ട് അമ്മച്ചി സന്തോഷമായിരിക്കണം കേട്ടോ. ജോണിക്കുട്ടി, മോനെവിടെ? മോനാ? ഞാൻ കണ്ടില്ലല്ലോ. അവൻ നിങ്ങളുടെ കൂടെ അല്ലേ? ഇല്ല, നീ കാറിൽ നിന്നിറങ്ങി ഫോൺ ചെയ്യാൻ നിന്നില്ലേ? അവൻ നിന്റെ അടുത്ത് നിന്നിരുന്നു. അവൻ നിന്റെ കൂടെ വരാനായിരിക്കുന്നു വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്താ ബീനെ, എന്താ പറ്റിയേ? നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ മോൻ ജോണിക്കുട്ടിയുടെ അടുത്ത് നിന്നിരുന്നില്ലേ? പക്ഷേ ഇപ്പൊ ജോണിക്കുട്ടി പറയുന്നു അവൻ മോന് കണ്ടില്ലാന്ന്. എന്റെ മോന് എന്ത് പറ്റിയാവോ? എനിക്ക് വയ്യല്ലോ. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ, എന്ത് പറ്റി? ആരെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെന്റെ അനിയനാ. ഞങ്ങൾ ഒന്നിച്ചു വന്നതാ. എൻ്റെ മോനും വന്നിട്ടുണ്ട്. മോൻ അനിയന്റെ അടുത്താ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോ മോനെ കാണാനില്ല. മോന് എത്ര വയസ്സായി? 6 വയസ്സ്. ആ, 6 വയസ്സായ ആളല്ലേ. നിങ്ങൾ പേടിക്കാതിരിക്കേ, അവൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ആ, പിന്നെ അമ്മച്ചിയുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി വേണം. പിന്നെ പേയ്മെന്റ് ആദ്യത്തെ മാസം രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 25,000. പിന്നെ മന്ത്ലി 10,000. ഓക്കെ, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തന്നോളൂ. ശരി, പേയ്മെന്റ് ചെക്കാണ്, കുഴപ്പമില്ലല്ലോ. ഏയ്, കുഴപ്പമില്ല. ചേട്ടാ, മോനെ ഇവിടെ ഒന്നും കാണാനില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് അറിയില്ലല്ലോ. എന്റെ ദൈവമേ, ഞാൻ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും? ചേട്ടാ, നിങ്ങളും കൂടി ഒന്ന് പോയി നോക്ക് ചേട്ടാ. ബീനെ, നീ ഒന്ന് സമാധാനപ്പെട്. ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ടെന്തിനാ? പരിചയമില്ലാത്ത സ്ഥലല്ലേ, നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്നുമില്ലെങ്കിലും നീ ഒരു ടീച്ചറല്ലേ. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിലെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ? സിസ്റ്ററെ, ഞാനും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ജോണിക്കുട്ടി, കാറിന്റെ കീ നിന്റെ അല്ലേ? മോളെ ബീനെ, നീ കരയാതിരിക്കേ. മോനൊന്നും സംഭവിക്കില്ല. നീ കൊന്ത ചൊല്ലു മോളെ. മാതാവ് അവനെ ഒക്കെ തിരുത്തി കൊണ്ടുവരും. ആ, ജോൺസേട്ട പറമ്പിലുണ്ടോ? ഉണ്ടല്ലേ. നമ്മുടെ ഇവിടെ വന്ന ഒരു അമ്മച്ചിയുടെ കൂടെ വന്ന കൊച്ചിനെ കാണാനില്ല. പറമ്പിലെങ്ങാ ഉണ്ടോന്ന് ഒന്ന് നോക്കാമോ? പറമ്പ് മൊത്തം ഒന്ന് നോക്കണേ. എന്നാ ശരി. ഒരുവിധം എല്ലായിടത്തും നോക്കി സിസ്റ്ററെ, എവിടെയും കാണാനില്ല. ജോണിക്കുട്ടി കാറെടുത്ത് റോട്ടിലൊക്കെ തിരയാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യ സിസ്റ്ററെ? പോലീസിൽ അറിയിക്കാലേ? ഒരു നിമിഷം കൊണ്ട് എങ്ങോട്ടും ആയി പോയിന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് പോലീസിൽ അറിയിക്കാം. എന്തായി ജോൺസേട്ടാ? ആ, കണ്ടോ? എവിടെയായിരുന്നു?
ആ, പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നോ? ആ, ശരി ശരി, ഇങ്ങോട്ട് കൊണ്ടുപോരെ. മോനെ കണ്ടു കേട്ടോ, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പണിക്കാരൻ ജോൺസേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ ജോണിക്കുട്ടി, നീ തിരിച്ചു പോരെ? മോനെ കണ്ടു കിട്ടി. ഇവിടുത്തെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പറമ്പിലെ പണിക്കാരനെ കണ്ടെത്തിയത്. ആ എന്നാ ശരി. നീ എവിടെയായിരുന്നു കുട്ട? മമ്മിയോട് പറയാതെ എങ്ങോട്ടാ നീ പോയത്? എല്ലാവരെയും നീ തീ തീറ്റിച്ചില്ല. ഇനി മമ്മിയോട് പറയാതെ എങ്ങോട്ട് പോകരുത് കേട്ടോ. നമ്മുടെ പറമ്പിന്റെ തെക്കേ അറ്റത്തുള്ള ആ മീൻ വളർത്തുന്ന കുളല്ലേ, ഞാൻ ചെല്ലുമ്പോ അതിലേക്ക് എത്തി നോക്കുമായിരുന്നു കൊച്ച്. അതിലെങ്ങാൻ വീണിരുന്നെങ്കിൽ ആരും അറിയേ പോലും ഇല്ല. പോരാത്തേന് പകല് നേരത്ത് പോലും വിഷപ്പാമ്പുകളുടെ ശല്യമുള്ള സ്ഥലവും. ദൈവാനുഗ്രഹം കൊണ്ടാ ഒന്നും പറ്റാതിരുന്നത്. അപ്പോ എന്നാ ശരി, ഞാൻ പോട്ടെ സിസ്റ്ററെ. എന്നാ ശരി ജോൺസേട്ടാ, വലിയ ഉപകാരം. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, എന്നാലും 1000 നന്ദി. അയ്യോ, നന്ദിയൊക്കെ ദൈവത്തിന്. അതിന് യോഗ്യനായിട്ടുള്ളത് അവൻ മാത്രമേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ? ആ, ജോസ്മോൻ ഈ ഫോം ഒന്ന് ഫിൽ ചെയ്ത് തന്നോളൂ. സിസ്റ്റർ സെലിൻ, സിസ്റ്റർ പ്രിൻസി, 2 പേരും ഒന്ന് ഇങ്ങോട്ട് വരൂ. ഈ അമ്മച്ചിയുടെ റൂം കാണിച്ചു കൊടുക്കൂ. ആ ബാഗും എടുത്തോളൂ. സിസ്റ്ററെ, ഒരു മിനിറ്റ്. ഓരോരുത്തർക്കും ഓരോരോ ബോധ്യങ്ങൾ ഉണ്ടാകുന്നതേ ഓരോ അനുഭവങ്ങളിലൂടെയാണ്. എനിക്കിപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ഒരു അനുഭവത്തിലൂടെ ഒരു ബോധ്യമുണ്ടായി. എൻ്റെ മകനെ കാണാതായ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു. മക്കള് കുറച്ച് മുതിർന്ന, ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും മാതാപിതാക്കളെ കണ്ടില്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ മാതാപിതാക്കളുടെ കാര്യം അങ്ങനെയല്ല. മക്കൾ എത്ര വലുതായാലും അവരെ കാണാതെ, അവരുടെ വിശേഷങ്ങൾ അറിയാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും എനിക്ക് ഈ ഒരു അനുഭവം വേണ്ടി വന്നു. ഞങ്ങളെ പൊന്നുപോലെ വളർത്തിയത് ഞങ്ങളുടെ ഈ അമ്മയാണ്. ഓരോ അനാവശ്യ കാര്യത്തിനും ഞങ്ങൾ വാശി കാണിക്കുമ്പോൾ മാതാവിൻ്റെ സ്നേഹം പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ഈ അമ്മ. ഞങ്ങൾ കാണിച്ച തെറ്റുകൾ മുഴുവൻ പുറത്ത് ഞങ്ങളെ സ്നേഹിച്ചതും ഈ അമ്മ. ആ അമ്മേനെ ഞാൻ വേണ്ട സിസ്റ്ററെ, വേണ്ട. ഞാൻ എൻ്റെ അമ്മയെ ഞാൻ തിരിച്ചു കൊണ്ടുപോവാ. ഇതാ ഈ ചെക്ക് ഇവിടുത്തെ അമ്മമാർക്കുള്ള എൻ്റെ സ്നേഹ സമ്മാനമാണ്. ഇത് സിസ്റ്റർ സ്വീകരിക്കണം. നന്നായി, നല്ല തീരുമാനം. അമ്മച്ചി കേട്ടില്ലേ ജോസ്മോൻ പറഞ്ഞത്? അമ്മച്ചിയെ തിരികെ കൊണ്ടുപോവാന്ന്. അമ്മച്ചി ഹാപ്പിയല്ലേ? ഇല്ല സിസ്റ്ററെ, ഞാനിനി എങ്ങോട്ടുമില്ല. ആർക്കൊരു ഭാരമാവാതെ, ആരുടെയും പരാതിയും പരിഭവവും കേൾക്കാതെ ഇനിയുള്ള കാലം ഞാൻ ഇവിടെ ജീവിച്ചോളാം. അമ്മ അങ്ങനെ പറയരുത്. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കൂടെ വരണം. നമുക്ക് വീട്ടിലേക്ക് പോവാമേ. അമ്മ, ചേട്ടൻ പറഞ്ഞപ്പോ ഞാനും ഇതിനൊക്കെ കൂട്ടുന്നു. അമ്മ എന്നോടും ക്ഷമിക്കണം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമേ. അമ്മ ഞങ്ങളോട് ക്ഷമിക്കമ്മേ. ഞങ്ങളുടെ അറിവുകേടായി കണ്ട് അമ്മ ഞങ്ങളോടെല്ലാം പൊറുക്കണം. ഞങ്ങളുടെ കൂടെ
അമ്മ വീട്ടിലേക്ക് വരണം. നമുക്കവിടെ സന്തോഷമായിട്ട് ജീവിക്കാം അമ്മേ. വാ അമ്മേ, പ്ലീസ്. ഇല്ല, മക്കള് തിരിച്ചു പോയിക്കോ. അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല. ഞാനിനി ഈ മാലാകമാരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞോളാം. അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നെ ശപിക്കരുത് അമ്മ. പോത്തുപോലെ വളർന്നു, എന്നിട്ട് നിന്ന് കരയാവൻ. ഏതൊരമ്മയ്ക്കാ മോനെ സ്വന്തം മക്കളെ ശപിക്കാൻ കഴിയ? അവസാന ശ്വാസത്തിൽ പോലും മനസ്സുകൊണ്ടെങ്കിലും മക്കളെയെല്ലാം അനുഗ്രഹിച്ചിട്ടാവും എല്ലാ അമ്മമാരും കണ്ണടയ്ക്കുന്നത്. അമ്മച്ചി, ധൂർത്തുപുത്രന് തിരിച്ചറിവ് വന്നത് സ്വന്തം അനുഭവത്തിലൂടെയാണ്. അതുപോലെ നമ്മുടെ ജോസ് മോനും തിരിച്ചറിവ് വന്നു. അമ്മച്ചി ധൈര്യമായിട്ട് പോയിക്കോ. ഇനിയായിരിക്കും ജോസ് മോൻ അമ്മച്ചിയെ ശരിക്കും സ്നേഹിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടാതെ സ്വന്തം മക്കൾ തന്നെ സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിന് തക്കതായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെല്ലാം സ്വന്തം മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം, നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളെല്ലാം അടച്ചുപൂട്ടുന്നൊരു ദിവസം, അങ്ങനെ ഒരു ദിവസം ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട്. അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അതിനു വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അമ്മ